ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണുക, അഭിപ്രായം പറയുക. അപ്പോൾ നമ്മളുടെ ലക്ഷദ്വീപിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു അസുഖം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു മറുപടിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കുക നമ്മളുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. എൻ്റെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. പനി പിടിച്ചിട്ടുണ്ട്, നല്ല കോൾഡ് പിടിച്ചു എനിക്ക് വെച്ചപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത്, മിനിക്ക് ഹോസ്പിറ്റൽ. അപ്പോൾ എന്തിനാണെന്നല്ലേ എന്നെ കാണിക്കാൻ വന്നതായിരുന്നു. എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ കാണിക്കാൻ വന്നപ്പോൾ അമ്മുനെ ഇവിടെ അഡ്മിറ്റാക്കി. അമ്മുനെ ഇവിടെ ഇതാ ക്ലിപ്പിട്ട് എടുത്തിട്ടുണ്ട്. ദിയ ഉണ്ട്. ദിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ദിയ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മരുമക്കൾക്കാണ്, നമ്മുടെ മക്കളെ ഭാര്യമാർക്കാണ് ദിയ എന്ന് പറയുന്നത്. പുയ്യാപ്പിളമാർക്ക് നമ്മളെ മരുമക്കൾക്ക് ദറിഫു എന്നാണ്. അപ്പോൾ അമ്മുനെ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞ ഉടനെ ഇല്യാസ്, അമ്മുൻ്റെ ഹസ്ബൻഡ് ഇല്യാസും അമ്മുൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്തമ്മൻ്റെ മോൻ്റെ ഭാര്യയും ഷാഹിനയും കൂടിയിട്ട് അവർ വന്നിരുന്നു. ഹോസ്പിറ്റൽ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ അതാണ് അവൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് അവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയതാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയല്ലോ, അമ്മൻ്റെ ആ ട്രിപ്പ് തീരും വരെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടാ. ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക്. വേറെ എൻ്റെ സൗണ്ട് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അവിടെ മിനിക്കോ എത്തിയിട്ട് ആ 2-3 ദിവസം നല്ല ടോൺസിലേറ്റും പിന്നെ പനിയൊക്കെ ആയിട്ട്, ഇൻഫെക്ഷനായിട്ട് നല്ല പനിയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടിനായിട്ടാണ് അമ്മു വന്നത്. അമ്മുവിനും ഒരു ചെറിയൊരു ക്ഷീണം പോലെ ഒന്ന് കാണിച്ചപ്പോൾ ഒരു ട്രിപ്പൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് കിടത്തിയതാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നമ്മൾ വന്ന് കയറിയത് ഇവിടെയാണ്. അപ്പോൾ വന്ന് കയറിയ ആ എൻട്രൻസ്, അവിടെ കയറിയ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കയറുന്നിടത്ത് തന്നെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ആ ഗ്രൗണ്ട് ഫ്ലോർ ആ ഡോക്ടേഴ്സ് റൂമും പിന്നെ ഫാർമസിയും കാഷ്വാലിറ്റിയും എല്ലാം ആ ബോർഡിലുണ്ട്. പിന്നെ നേരെ കയറുന്ന സ്ഥലത്ത് വലത്ത് ഭാഗത്ത് തന്നെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഏത് ഡോക്ടറാണ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. അപ്പോൾ 2-3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഖദീജ ഡോക്ടർ അത് മിനിക്കോയ്ക്കാരാണ്, മിനിക്കോയിലെ ഡോക്ടറാണ്. പിന്നെ അധികം മിനിക്കോയ്ക്കാർ ഡോക്ടറെ അടുത്താണ് പോകാറുള്ളത്. അവിടെ നല്ല തിരക്കായിരുന്നു. ബാക്കിയുള്ള ഡോക്ടേഴ്സ് എല്ലാം ഫ്രീ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് പിന്നെ അവിടെ നല്ല തിരക്കായപ്പോൾ പിന്നെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ ഓഫീസർ അവിടെ ആണ് കാണിച്ചത്. അത് കൽപ്പേനിയുള്ള ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് വേഗം ട്രിപ്പ് ഇടാനുള്ളത്, അമ്മുനെ ട്രിപ്പ് ഇടാനും എനിക്കുള്ള ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. ഇതാണ് ഡോക്ടർ, മെഡിക്കൽ ഓഫീസർ ഇൻസാർ ഇക്ബാൽ KK ഡോക്ടർ. അല്ല, ഈ ഡോക്ടർക്കാണ് ഞങ്ങൾ കാണിച്ചിരുന്നത്. ഇൻസാർ ഇക്ബാൽ മെഡിക്കൽ ഓഫീസറാണ്. പിന്നെ അസ്ലഹ ബീഗം ഇവിടെ ഒരു ഡോക്ടർ റൂമാണ്. ഫീമെയിൽ വാർഡാണ് കേട്ടോ ഇത്. ഈ വാർഡിലൊന്നും ആരും ഇല്ല, ഇപ്പോൾ ആരുമില്ല. ഇവിടെ പേ വാർഡും ഉണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ പേ വാർഡിലൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് ഇതും ഫീമെയിൽ വാർഡ് 2. അപ്പോൾ വാർഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല മാഷാ അല്ലാഹ്. പക്ഷേ പേ വാർഡ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അധികം പേ വാർഡിലോട്ടാണ് പോയത്. അവിടെ ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പേ വാർഡിൽ പെർ ഡേ 100 രൂപയാണെന്ന് തോന്നുന്നു. ഇത് സ്കാൻ ചെയ്യുന്ന സ്കാനിങ് റൂമാണ്. ഈ കാണുന്നതാണ് ലേബർ റൂം കേട്ടോ, നമ്മളുടെ ലേബർ റൂം. നിങ്ങളിങ്ങനെ കാണുമ്പോൾ അന്തം വിട്ടിട്ടുണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ ഫെസിലിറ്റീസ്. നിങ്ങൾ ഓരോ സൂപ്പർ ഫെസിലിറ്റീസ് നോക്കിയിട്ട് ഓരോ ഹോസ്പിറ്റൽ മാറി പോകുമ്പോൾ നമ്മൾ ലക്ഷദ്വീപുകാരുടെ ഈ ചെറിയ സൗകര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ളത്. അവിടെ കിച്ചണും കണ്ടല്ലോ, കിച്ചണും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോകുന്നത്, നമ്മൾ കിടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ മെയിൽ റൂമിലായിരുന്നു കേട്ടോ. മെയിൽ വാർഡിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒക്കെ നമുക്ക് ബെഡ് ട്രിപ്പ് ഇട്ടത്. അപ്പോൾ ഞാനും ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഞാനും കുറച്ച് അവിടെ തന്നെ കിടന്നു, അമ്മൻ്റെ അപ്പുറത്തെ റൂമിൽ കിടന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടൊരു റൂമിലുണ്ട്. പിന്നെ വരുന്നത് എന്താണെന്നറിയോ,
റേഡിയോ എക്സ്റേ റൂമാണ്. പിന്നെ ICU ഉണ്ട് കേട്ടോ. ICUവും ഒരു ചെറിയ രീതിയിൽ ICUവും ഉണ്ട്. അപ്പോൾ ICU നേരെ നഴ്സിംഗ് റൂമിൻ്റെ തൊട്ട് തന്നെയാണ് ICU വരുന്നത്. ഇതാണ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിങ്ങൾ നോക്കിയാൽ കാണും. ഇതാണ് നമ്മളുടെ കാഷ്വാലിറ്റി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ചെറിയ ഐലൻഡിൽ ചെറിയ ഫെസിലിറ്റീസോട് കൂട്ടുള്ള നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഈ ഹോസ്പിറ്റലുകളുടെ ഈ സൗകര്യങ്ങൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി വരും നാളുകളിൽ ഫെസിലിറ്റീസ് കൂട്ടിയിട്ട് നല്ല ഹോസ്പിറ്റലൊക്കെ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. എന്തായാലും ആ നല്ല പ്ലാനിങ്ങൊക്കെ നല്ലൊരു ഹോസ്പിറ്റൽ ലക്ഷദ്വീപിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്ക് അമ്മുവിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു എന്ന് പറയാൻ ഇല്യാസും എത്തി. അപ്പോഴത്തേക്ക് ഞാനും പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാമല്ലോ വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടൈം കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നാലും കാര്യമായിട്ടുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഒരു ഫസ്റ്റ് എയ്ഡും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ വലിയ ഹോസ്പിറ്റലോ നമുക്ക് വലിയ മേജർ കേസൊക്കെ ആണെങ്കിൽ ഇവാക്വേഷൻ ചെയ്യും. എയർ ആംബുലൻസ് ഹെലികോപ്റ്ററിൽ നമുക്ക് കൊച്ചിയിലെത്തിക്കൂട്ടാൻ. നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ എമർജൻസി നമ്മളെ കൊച്ചിയിലെത്തിക്കും. എന്നിട്ട് ഇവിടെ വച്ചിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അധികവും നമ്മൾ ചെയ്യാറ്. അധികം ചെറിയ പറ്റുന്നവരൊക്കെ ഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ വന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. അവിടെ നിന്ന് ചെറിയ അസുഖങ്ങൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പേവാർഡാണ്. പേവാർഡ് ഞാൻ പറഞ്ഞില്ലേ, പേവാർഡ് 100 ദിവസം 100 രൂപയാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പേവാർഡിലോട്ടാണ് പോയത്. ബ്ലോക്ക് 1, 2, 3 അപ്പോഴത്തേക്ക് ഇവരും അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞെത്തിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോയും ചെറിയ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസും ഒക്കെ. അപ്പോൾ ഒരു അസുഖം വന്നാൽ നമുക്ക് പോകാൻ ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇതുപോലെയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.